ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് മെഡിഫ്ലൈ ടോക്കൺ സിസ്റ്റം. മെഡിഫ്ലൈ എന്ന് പറയുന്ന കമ്പനിയുടെ എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള GSM ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോക്കൺ സിസ്റ്റത്തിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം GSM ബേസ്ഡ് ടോക്കൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ യൂസേഴ്സ് മെയിൻലി വരുന്നത് ഡോക്ടേഴ്സാണ്. ഡോക്ടേഴ്സ് അല്ലാത്ത ആളുകൾക്കും ഇത് ഉപയോഗം ഉണ്ടെങ്കിലും കൂടി മെയിൻ ആയിട്ടുള്ള യൂസേഴ്സ് ഇതിൻ്റെ അധികം ഡോക്ടേഴ്സാണ്. അത് സ്വന്തമായിട്ട് ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടേഴ്സിനും ഉപകരിക്കും. അതുപോലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് ഈവനിങ്ങിൽ വീട്ടിൽ കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനാണെങ്കിൽ അവർക്ക് ഉപകരിക്കും. അപ്പം ഈ ഡോക്ടേഴ്സൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇവർക്കൊരു PA ഉണ്ടാവും. ഈ പേഷ്യൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ കോൾ ഹാൻഡിൽ ചെയ്യാൻ ഒരു PA അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ PAയുടെ കയ്യിൽ ഒരു ഫോണോ കാര്യങ്ങളോ ഉണ്ടാവും. അപ്പം പേഷ്യൻസ് ഇപ്പം ഈവൻ ഞാനാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് സുഖമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു നമ്പർ എടുത്തിട്ട് ആ നമ്പറിലേക്ക് വിളിക്കും. ആ PA എന്ത് ചെയ്യും, ഫോൺ ആൻസർ ചെയ്യും. PA അവൈലബിൾ ആണെങ്കിൽ ഫോൺ ആൻസർ ചെയ്യും. PA അവൈലബിൾ അല്ലെങ്കിൽ ആ ഡോക്ടർ സാലറി ഫോൺ കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ആ PA അന്ന് ലീവ് ആണെങ്കിൽ ചിലപ്പോൾ ഈ ഫോണ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാലും അപ്പുറത്തെ സൈഡിൽ ഒരാൾ ആൻസർ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്യൂസൊക്കെ വരുന്നതിനുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷനാണ് ഈ മെഡിഫ്ലൈ GSM ബേസ്ഡ് ടോക്കൺ സിസ്റ്റം. ഇങ്ങനെ GSM ബേസ്ഡ് ആയിട്ടുള്ള ടോക്കൺ സിസ്റ്റം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഈ ഡിവൈസിൻ്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ ഞാൻ ശ്രീകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ശ്രീകുമാർ സാർ, ഇത് നമ്മുടെ ഡിവൈസിന്റെ ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് GSM ബേസ്ഡ് ടോക്കൺ സിസ്റ്റം എന്നാണോ അതോ വേറെ ഒരു പേരിലാണോ ഇത് വിളിക്കുന്നത്? ഓട്ടോമാറ്റിക് ടോക്കൺ ബുക്കിംഗ് സിസ്റ്റം വിത്ത് വോയിസ്, അതാണ് ഇതിന്റെ ഒരു പേര്. അതെ, ഇത് മെഡിഫ്ലൈ എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എറണാകുളം ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആ കമ്പനി സാറിന്റെ ഓൺ കമ്പനിയാണ്. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ക്ലിനിക്ക് ഡോക്ടർക്ക് ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് ക്യൂ മാനേജ്മെന്റ് പെർഫെക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാം. ഒരു സ്റ്റാഫിന്റെ ആവശ്യം ഇല്ല. ഇനി സ്റ്റാഫ് ഉണ്ടെങ്കിലും കോൾ ഹാൻഡ്ലിംഗിനായിട്ട് ഒരു സ്റ്റാഫിനെ നമ്മൾ നിർത്തണമെന്നില്ല. ഇപ്പൊ നമുക്ക് മേ ബി ഒരു റിസ്ക് ഉണ്ടല്ലോ, കാരണം ആ സ്റ്റാഫ് നാളെ ലീവ് ആണോ അല്ലെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഡിവൈസിന് അങ്ങനത്തെ ലീവോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളി ഓൺ ആണെങ്കിൽ പുള്ളി കോൾ ഹാൻഡിൽ ചെയ്തോളൂ. അതായത് പേഷ്യൻസിന്റെ ഡോക്ടർ അവൈലബിലിറ്റി കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഇന്ന് OP ഉണ്ടോ, എത്ര മണിക്കാണ് OP, അല്ലെങ്കിൽ ഇന്ന് ഇല്ലേ, അല്ലെങ്കിൽ ഡോക്ടർ ഇനി എപ്പോഴാണ് അവൈലബിൾ ആവുന്നത്. അതായത് ഡോക്ടർ അവൈലബിലിറ്റി പേഷ്യന്റിന് ഒരൊറ്റ കോളിൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞ ഡൗട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആസ് എ പേഷ്യന്റ് എന്നുള്ള എനിക്കൊരു എന്റെ മോനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഡോക്ടർ ഒന്ന് അവൈലബിൾ ആണോ എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്കും വരുമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ PA വിളിച്ചിട്ടാണ് അന്വേഷിക്കുക. അപ്പൊ ആ സമയത്ത് PAക്ക് ഡോക്ടർ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ പറയണം. ടോക്കൺ തരുമോ എന്നുള്ള ചോദിക്കുമ്പോൾ ചിലപ്പോൾ ടോക്കൺ നമ്പർ ഇനി എത്ര കൊടുക്കേണ്ടതെന്നുള്ള ചിലപ്പോൾ PAക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ല എന്ന് വരും. അപ്പൊ രണ്ടാമത് നമ്മൾ റീകോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടി വരും. അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുണ്ട്. ഈ ഡിവൈസിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളിപ്പോൾ കണ്ട ഓപ്ഷൻസ് ഒക്കെ വെച്ച് നോക്കിയിട്ടാണെങ്കിൽ ഈ ഡിവൈസിന്റെ അകത്തുള്ള ഇന്റലിജന്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നമ്പറിന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ടോക്കൺ കൊടുക്കാൻ അലോ ചെയ്ത ദിവസമാണെങ്കിൽ ടോക്കൺ നമ്പർ എനിക്ക് കിട്ടിയിരിക്കും. ടൈമും ടോക്കൺ നമ്പറും ടൈമും അവിടെ എത്തേണ്ട ടൈമും അറിയാൻ പറ്റും. ഓക്കെ, ആവറേജ് ടൈം അറിയാൻ പറ്റും. ഒരുപാട് ടൈം ഇപ്പം ചില ക്ലിനിക്കിൽ ടോക്കൺ എടുക്കാൻ വേണ്ടി ഡയറക്റ്റ് പോകണം, ഫോൺ ബുക്കിംഗ് ഇല്ല. അപ്പൊ ടോക്കൺ എടുക്കാൻ വേണ്ടി ഒരിക്കൽ പോകണം, വീണ്ടും പേഷ്യന്റിനെ കൊണ്ട് രണ്ടാമത് പോകണം. അതെ, അപ്പൊ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു ഒരു മണിക്കൂറോ ഗ്യാപ്പ് ഇട്ടിട്ട് പോയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് വരാൻ പറ്റും. ഓക്കെ, ഇതിൽ ഡോക്ടേഴ്സിന് ഓപ്ഷൻസുകൾ എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്? ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്താൽ ആ ഡോക്ടർക്ക് ഇതിൽ എന്താണ് ഓപ്ഷൻ കിട്ടുന്നത്? ഡോക്ടേഴ്സിന് മെയിനായിട്ട് ടോക്കൺ ബുക്കിംഗ് സ്റ്റാറ്റസ് എവിടെ ഇരുന്നിട്ടും ഡോക്ടർ മൊബൈലിൽ ചെക്ക് ചെയ്യാൻ പറ്റും. എത്ര ടോക്കൺ ബുക്ക് ആയിട്ടുണ്ട്, ലാസ്റ്റ് ടോക്കൺ എത്രയാണ്, അതിന്റെ ലാസ്റ്റ് ടൈം, എത്ര ടൈം വരെ ഡോക്ടർക്ക് അവിടെ ക്ലിനിക്കിൽ ഇരിക്കേണ്ടി വരും. പിന്നെ സെറ്റ് ചെയ്ത ടോക്കണിന്റെ എണ്ണം റിമോട്ടായിട്ട് തന്നെ കൂട്ടാനും കുറക്കാനും ടൈം ചേഞ്ച് ചെയ്യാനും. ഇനി അഥവാ ബുക്ക് എന്തെങ്കിലും കാരണവശാൽ അന്നത്തെ OP ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ OP ഒരു മൊബൈലിൽ ഒരൊറ്റ മെസ്സേജ് വെച്ചിട്ട് അന്നത്തെ OP ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ വിളിക്കുന്ന പേഷ്യൻസിന് ഇന്ന് ക്ലിനിക്ക് അവധിയാണ്, നാളെ വിളിക്കുക എന്നുള്ള ഇൻഫർമേഷൻ. അതായത് ഇപ്പം ഞാൻ ഡോക്ടറാണ്, എനിക്ക് ഇപ്പം ഞാൻ ഇന്ന് 50 ടോക്കണാണ് എൻ്റെ ക്ലിനിക്കിൽ കൊടുക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ച് ഡിവൈസിന് ഞാൻ മെസ്സേജ് അയച്ച് തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് എനിക്കൊരു എമർജൻസി ഒരു സർജറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എൻ്റെ ഹോസ്പിറ്റലിൽ വരികയാണ്. അപ്പോൾ ആ സർജറിന്റെ ടൈം എന്ന് പറയുന്നത് എനിക്ക് ക്ലിനിക്കിൽ പോയിട്ട് ഒരു 10 പേഷ്യന്റിനെ നോക്കിയിട്ട് വരാനുള്ള ഒരു ടൈം എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇവിടുന്ന് ആ പേഷ്യന്റ് ലിമിറ്റ് ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യണം, രണ്ടാമത് മെഷീനിന് മെസ്സേജ് അയച്ചിട്ട് 50 എന്ന ലിമിറ്റ് എനിക്ക് വേണമെങ്കിൽ 20, 10, 30 എങ്ങനെ വേണമെങ്കിൽ ആക്കാം. അതിനുശേഷം വിളിക്കുന്ന ആൾ 30 ആൾക്ക് വരെയുള്ള ടോക്കൺ ആ മെഷീൻ കൊടുത്തിരിക്കും. ഓക്കെ, അതുപോലെ ബുക്ക് ചെയ്ത പേഷ്യൻസിന്റെ ലിസ്റ്റ് മൊബൈലിലേക്ക് റിമോട്ടായിട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ടോക്കൺ നമ്പറും ടൈമും അതിന് പുറമെ വിളിച്ച പേഷ്യന്റിന്റെ മൊബൈൽ നമ്പറാണ് അതിൽ ID ആയിട്ടുണ്ടാവും. ഇത് വേണമെങ്കിൽ
പിന്നീടുള്ള റെഫറൻസിന് വേണ്ടി അത് ബാക്കപ്പ് എടുത്ത് വെക്കാം. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് ഇന്നിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മെഷീൻ ഓൺ ആണ്. അപ്പോൾ രാവിലെ മുതൽ ഇതിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ എൻ്റെ OP ടൈം വരെ ഈ കോൾ ഈ ഡിവൈസ് എടുത്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മളൊരു 50 ടോക്കൺ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് 50 പേരും വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ടോക്കണും ഫുള്ളായി എന്നുള്ള മെസ്സേജ് ആയിരിക്കും. പിന്നീട് ഇന്നത്തെ ടോക്കൺ ഫുള്ളായി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആയിരിക്കും. അതായത് വോയിസ് ആയിരിക്കും ആ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ കേൾക്കുക. ഇതിലേക്ക് ഇപ്പോൾ ഇതിലിപ്പോൾ ഈ ഡിവൈസിൽ നമ്മളൊരു സിം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു പേഷ്യൻ്റ് ആണ്, പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ് ആണ്. ഞാൻ ഇതിലേക്ക് വിളിക്കാൻ പോവാണ്. അപ്പോൾ വിളിക്കുമ്പോൾ 3 പേഷ്യൻസ് എന്നുള്ള നിലയ്ക്ക് 3 കസ്റ്റമർക്ക് 3 ഫോൺ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫോണിൽ നിന്ന് ഒരാളെ വിളിക്കണം. ആ ഫോൺ ഞാൻ ഇവിടെ തന്നെ വെക്കും. രണ്ടാമത്തെ ആൾ ഇതാണ്. രണ്ടാമത്തെ ആളെ ഫോൺ എടുക്കും, അത് ഇവിടെ തന്നെ കോൾ ആൻസർ ചെയ്തിട്ട് വെക്കും. അപ്പോൾ ഒരാൾ വിളിച്ചാൽ ഞാൻ ഡിവൈസ് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ആൻസർ ചെയ്യും. അല്ലാതെ ഡോക്ടർ വന്നിട്ട് ഇതിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡോക്ടർ ആദ്യം ഇതിൽ ഷെഡ്യൂൾ സെറ്റ് ചെയ്യണം. അതെ, അപ്പോൾ ആ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇപ്പം നാളത്തെ OP ആണെങ്കിൽ നാളത്തെ ഡേറ്റ്, എത്ര മണിക്കാണ് OP സ്റ്റാർട്ട് ആവുന്നത്, ടോട്ടൽ എത്ര ടോക്കൺ നാളെ അലോട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓരോ ടോക്കണും ഇടയിൽ വരുന്ന ഗ്യാപ്പ്, അതായത് ഒരു പേഷ്യന്റ് കൺസൾട്ട് ചെയ്യാൻ ആവറേജ് ഡോക്ടർ എടുക്കുന്ന ടൈം 5 മിനിറ്റ് ആണോ 10 മിനിറ്റ് ആണോ എന്നുള്ള ആ ഗ്യാപ്പ് ടൈം ആണ് അത് സെറ്റ് ചെയ്തത്. അത് നമ്മൾ സോഫ്റ്റ്വെയർ ഇതുപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ സെയിം കാര്യം നമുക്ക് സോഫ്റ്റ്വെയർ വേണം നിർബന്ധമില്ല. സോഫ്റ്റ്വെയർ ഇല്ലാതെ SMS വഴി നമുക്കൊരു കോഡ് അയച്ചിട്ടും, അതായത് സിമ്പിൾ കോഡാണ്, സ്റ്റാറ്റസ് അല്ലെങ്കിൽ ടൈം അങ്ങനത്തെ ഒക്കെ 4 ലെറ്റർ ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ മെഷീൻ്റെ അകത്ത് നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റിപ്ലൈ വരും. ആ റിപ്ലൈക്ക് അനുസരിച്ചിട്ട് നമ്മൾ വീണ്ടും ടൈമും കാര്യങ്ങളും ടോക്കൺ നമ്പറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ടോക്കൺ നമ്പർ എന്ത് ചെയ്യും, മെഷീൻ ഫീഡ് ചെയ്ത് മെമ്മറിയിൽ കയറ്റി വെക്കും. പിന്നീട് അങ്ങോട്ട് 50 ടോക്കൺ ഉള്ളത് 100 ആക്കണമെങ്കിൽ നമുക്ക് 100 ആക്കി അപ്ഗ്രേഡ് ചെയ്യാം. ഡൗൺഗ്രേഡ് ചെയ്യണമെങ്കിൽ 20 ആക്കണമെങ്കിൽ 20 ആക്കി അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനൊന്നും ഡിവൈസിന്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഡേറ്റ് ചേഞ്ച് ചെയ്യാം, ടൈം ചേഞ്ച് ചെയ്യാം. അപ്പോൾ നാളത്തെ ഡേറ്റിൽ ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 9 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ. ഇനി 3 പേഷ്യൻറ്റും ഏറ്റൊന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, ഇപ്പം 3 ആൾക്കാരെ ഫോൺ ഓൺ ആണ്. ഇതിൽ ഒരാളെ ഫോൺ എടുത്തിട്ട് ഞാൻ ഈ നമ്പറിലേക്ക് കോൾ ചെയ്യാണ്. നാളത്തെ ടോക്കൺ നമ്പർ 1 സമയം 9 AM. കോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി. ഇപ്പോൾ പേഷ്യന്റ് 1-ന് ടോക്കൺ നമ്പർ 1 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആള് വിളിക്കാൻ പോവാണ്. ഡോക്ടർ പ്രശാന്ത് നാഥ. നാളത്തെ ടോക്കൺ നമ്പർ 2 സമയം 9:05 AM. ഓക്കെ, രണ്ടാമത്തെ പേഷ്യന്റിന് ടോക്കൺ നമ്പർ 2 വന്നിട്ടുണ്ട്. ഇനി ഒരു മൂന്നാമത്തെ പേഷ്യന്റ് വിളിക്കുകയാണ്. ഡോക്ടർ പ്രശാന്ത് നാഥ. നാളത്തെ ടോക്കൺ നമ്പർ 3 സമയം 9:10 AM. അപ്പൊ ഞാൻ ടോക്കൺ എനിക്ക് ഓൾറെഡി കിട്ടിയ ആളാണ്. ഇപ്പം 3 ടോക്കൺ അവിടെ ആയിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെങ്കിൽ മാനിപ്പുലേഷൻ നടത്താലോ, വീണ്ടും 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 ടോക്കൺസ് ഇങ്ങനെ ബുക്ക് ചെയ്ത് എനിക്ക് ടോക്കൺസ് വാരി കൂട്ടാലോ. അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാൻ സാധ്യത ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമാണ്, ഇങ്ങനത്തെ ഒരു ഡിവൈസിൽ സിം ആണ്, ആ സിമ്മിലേക്ക് ആര് വിളിച്ചു കഴിഞ്ഞാൽ ടോക്കൺ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ വിളിച്ച് എനിക്ക് ടോക്കൺ 1 കണ്ടു, വീണ്ടും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടോക്കൺ 2 കിട്ടില്ല എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഒരു നമ്പറിന് സാർ പറയുന്നത് ഒരു ടോക്കണെ ആ ഒരു ദിവസം അനുവദിക്കുക എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, എനിക്ക് ടോക്കൺ നമ്പർ 1 തന്ന നമ്പറിൽ നിന്ന് ഒന്നും കൂടി ഞാൻ വിളിക്കുകയാണ്. ഡോക്ടർ പ്രശാന്ത് നാഥ. നാളത്തെ ടോക്കൺ നമ്പർ 1 സമയം 9 AM. ഇപ്പൊ ടോക്കൺ നമ്പർ 1 കൊടുത്ത അതേ ആൾ തന്നെ രണ്ടാമത് വിളിച്ചപ്പോഴും അദ്ദേഹത്തിന് ടോക്കൺ 1 തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് ഇവിടെ ഇപ്പൊ 3 ടോക്കണേ കൊടുത്തിട്ടുള്ളൂ, 3 പേഷ്യന്റ് ഇതുവരെ ഈ ഡിവൈസിലോട്ട് വിളിച്ചിട്ടുള്ളൂ. ഈ 3 നമ്പറും ഓൾറെഡി ഡിവൈസിന് റെക്കഗ്നൈസ് ആയി കഴിഞ്ഞു. ഇനി ആ ഡിവൈസിന്റെ അകത്തേക്ക് ഇതേ നമ്പറിന് കോൾ വന്നു കഴിഞ്ഞാൽ ആ 24 അവറിലേക്ക് ആ ഡിവൈസ് ആ ഒരു ടോക്കൺ മാത്രമേ ആ പർട്ടിക്കുലർ നമ്പറിന് കൊടുക്കുള്ളൂ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഒഴിവാക്കി മൂന്നാമത്തെ ആളെ ഫോൺ എടുത്തിട്ട് മൂന്നാമത്തെ പേഷ്യന്റ് വീണ്ടും വിളിക്കുകയാണ്. ഡോക്ടർ പ്രശാന്ത് നാഥ. നാളത്തെ ടോക്കൺ നമ്പർ 3 സമയം 9:10 AM. അതായത് ഇപ്പം നമുക്ക് ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ട്, പക്ഷെ മനുഷ്യസഹജമായിട്ട് മറവി വന്നു. ഞാൻ പേഷ്യന്റ് ആണ്, അപ്പോൾ എനിക്കൊരു മറവി വന്നു, എനിക്കൊരു ഡൗട്ട്, എൻ്റെ ടൈം എത്രയായിരുന്നു പറഞ്ഞത് അത് അറിയാൻ എനിക്ക് വീണ്ടും ഈ നമ്പറിലോട്ട് വേണമെങ്കിൽ ജസ്റ്റ് വിളിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ടോക്കൺ സിസ്റ്റം മാറുന്നില്ല. എനിക്ക് അലോക്കേറ്റ് ചെയ്ത ടോക്കൺ എത്ര എന്നുള്ളത് ഇത് വീണ്ടും പറഞ്ഞുതരും, ആ ടൈമും പറഞ്ഞുതരും. അതിപ്പോൾ ഞാനിപ്പം രാവിലെ ടോക്കൺ ബുക്ക് ചെയ്തത് ഒരു 11 മണിക്കാണെങ്കിലും ഞാനൊരു 4 മണിക്ക് വീണ്ടും വിളിച്ചാലും എൻ്റെ ടോക്കൺ ബുക്കിംഗ് ടൈം 11 മണിയാണ് എന്ന് ഈ ഡിവൈസ് നമുക്ക് വീണ്ടും പറഞ്ഞു. അതാണ് ഇതിന്റെ ഒരു ഇന്റലിജന്റ് ആയിട്ട് ഇന്റലിജന്റ് പവർ ആണത്. ക്ലിനിക്കിൽ എത്തിക്കഴിഞ്ഞാലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. രണ്ടുപേര് എന്റേതാണ് അഞ്ചാമത്തെ ടോക്കൺ എനിക്ക് അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പം നമുക്കൊരു ഡൗട്ട് വരാണ്, നമ്മൾ തന്നെ ഈ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ വീണ്ടും ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കുകയാണ്, എന്റെ ടോക്കൺ നമ്പർ എത്രയായിരുന്നു, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്, അദ്ദേഹം പേപ്പർ ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് ഇതിൽ ഏതാണ് നമ്മളെന്നുള്ളത് നോക്കി അത്രയും ടൈം അവിടെ പോവാണ്. ഇവിടെ നമ്മൾ ഡിവൈസിനെ വിളിച്ച് കഴിഞ്ഞാൽ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി നമ്മളെ നമ്പർ റെക്കഗ്നൈസ് ചെയ്ത് നിങ്ങളുടെ ടോക്കൺ എത്രയാണ്, നിങ്ങൾക്ക് തന്ന ടൈം എത്രയാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലായിട്ട് നമ്മളെ ടൈമിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളെ യാത്രകളൊക്കെ ക്രമീകരിക്കാൻ പറ്റും. ഈ ഡോക്ടർമാർക്ക് ഈ പറഞ്ഞ
പോലെ എത്ര ബുക്കിംഗ് ഉണ്ട് എന്നുള്ള ഇപ്പോൾ 3 ബുക്കിംഗ് ആയല്ലോ. അപ്പോൾ ഈ 3 ബുക്കിംഗ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ മൊബൈൽ ആപ്പ് കൂടി അല്ലെങ്കിൽ SMS ഈ നമ്പറിലോട്ട് മൊബൈൽ ആപ്പ് SMS അയച്ചാൽ അവർക്ക് അറിയാൻ പറ്റും. അതെ. അതായത് ഇപ്പം ഞാൻ ഡോക്ടറാണ്, എനിക്ക് വെക്കേഷന് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് വെക്കേഷൻ മോഡ് ആപ്പിനകത്തോ അല്ലെങ്കിൽ SMS വഴിയോ ഡിവൈസിനെ അറിയിക്കാം. ഞാൻ വെക്കേഷൻ മോഡിലാണ്. അപ്പോൾ വെക്കേഷൻ മോഡിൽ പറയേണ്ട വോയിസ് എന്താണ് ഈ നമ്പറിലോട്ട് വിളിക്കുമ്പോൾ വെക്കേഷനിലാണ് അല്ലെങ്കിൽ ലീവിലാണ് എന്താണോ പറയേണ്ടത് ആ വോയിസ് ഇത് ഫോണിലേക്ക് പറഞ്ഞു കൊടുക്കും. ഒരാഴ്ചയോ 10 ദിവസമോ എത്രയാണ് ലീവ് അത് കേൾക്കും. ഓക്കെ. അതിപ്പോൾ നമ്മൾ എന്ത് വെക്കേഷൻ ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് പോവുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഈ വെക്കേഷൻ മോഡ് ഓൺ ആക്കിയിട്ട് വെക്കാം. ഒരു 1 ഡേക്ക് പോവുകയാണെങ്കിലും 5 ഡേയ്സിന് പോവുകയാണെങ്കിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഓഫ് ആക്കി ചേഞ്ച് ചെയ്യാം. അത് പേഷ്യൻസിന് ഡോക്ടർ അവൈലബിലിറ്റി ഒറ്റ കോളിൽ അറിയാം. വീണ്ടും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. സ്ഥലത്തുണ്ടോ, ടോക്കൺ കിട്ടുമോ അല്ലെങ്കിൽ എപ്പോഴും കിട്ടും. മാത്രമല്ല അത് അക്യൂറേറ്റഡ് ആയിരിക്കും, കണക്കിന് ഒരു കൃത്യത ഉണ്ടാവും. അതായത് ഡോക്ടർ അതെ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതെ. അതായത് ഡോക്ടർമാർക്ക് വെക്കേഷൻ വേണമെന്ന് പറയുമ്പോൾ മെഷീനോട് പറഞ്ഞാൽ മതി. അതെ, വേറെ അതിൽ മെഷീനെ തെറ്റ് പറ്റില്ല. നമ്മൾ കൊടുത്ത ഡേറ്റ് കറക്റ്റ് ആണെങ്കിൽ ആ ഡേറ്റിന് ആ മെഷീൻ അത് പറഞ്ഞിരിക്കും ഇന്ന ദിവസം വെക്കേഷൻ മോഡ് ആണെന്നുള്ള എന്താണോ പറയേണ്ടത് ആ രീതിയിൽ പറയും. ഇപ്പം അവൈലബിൾ അല്ല, ഇന്ന ബുക്കിംഗ് സ്വീകരിക്കുന്നില്ല, എന്താണോ നമുക്ക് പറയേണ്ട വോയിസ് അത് ഈ ഡിവൈസ് ഫോണിൽ കൂടെ നമുക്ക് തിരിച്ചു പറയും. ഈ ഡിവൈസ് നമ്മളിപ്പോൾ ക്ലിനിക്കിൽ വെച്ചു അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കൺസൾട്ടിങ് എൻ്റെ വീട്ടിൽ ഞാനിത് വെച്ചു. ഇതിപ്പോൾ നമ്മൾ ഡിസ്പ്ലേ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ചതാണ്. ആക്ച്വലി ഇത് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല, ഇത് നമ്മൾ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് വെച്ചതാണ്. ഡിവൈസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ നമുക്ക് സിഗ്നൽ റിസീവ് ചെയ്യാനുള്ള ഫോൺ സിഗ്നൽ റിസീവ് ചെയ്യാനുള്ള GSM ആൻറ്റിനാസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇനി ഡോക്ടർ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി പുറത്ത് നമുക്കൊരു ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ടാവും. ഈ പുറത്തുള്ള ഡിസ്പ്ലേ യൂണിറ്റിൽ ഇപ്പോൾ ഇതിന് സ്റ്റാർട്ട് ബട്ടൺ കാണുന്നുണ്ടാവും വിചാരിക്കുന്നത്. ഇതിലിപ്പം ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. സ്റ്റാർട്ട് ബട്ടൺ, സ്റ്റോപ്പ്, നെക്സ്റ്റ്, പ്രീവിയസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ടോക്കൺ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക, അന്നത്തെ ടോക്കൺ വിളിക്കൽ സ്റ്റാർട്ട് ആവും. അപ്പം ഒരു വ്യക്തതയിൽ ഡിസ്പ്ലേ പറഞ്ഞു തരും നമുക്ക്. അതായത് ഇന്ന് എൻ്റെ കൺസൾട്ടിങ് ആവറേജ് ഒരു ഇപ്പോഴുള്ള ടോക്കൺ എനിക്ക് ബുക്കിംഗ് ആയിട്ടുള്ള ടോക്കൺ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇന്ന് എത്ര മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും എന്നൊരു ടൈമിംഗ് വരെ നമുക്കിതിൽ കാണിച്ചു തരും. പിന്നെ ഒരു 100 ടോക്കണാണ് നമ്മൾ അലോ ചെയ്യാൻ വേണ്ടി കൊടുത്തത്, അതിൽ എത്ര ടോക്കൺ ബുക്കിംഗ് ആയിട്ടുണ്ട് എന്ന കാര്യങ്ങളും നമുക്ക് ഈ ഡിവൈസ് വഴി അറിയാം. നമ്മൾ ഈ ഡിവൈസിലോട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു SMS അയച്ചു കഴിഞ്ഞാൽ SMS വഴി വിത്ത് പേഷ്യൻറ്റിൻ്റെ ഫോൺ നമ്പറും അവർക്ക് കൊടുത്ത ടോക്കൺ നമ്പറും അവർക്ക് അലോ ചെയ്ത ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ നമ്പർ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ആക്കിയിട്ട് നമ്മൾ വാട്സപ്പിൽ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസത്തെ എന്തെങ്കിലും പേഷ്യൻസ് ഈ പറഞ്ഞ പോലെ തർക്കങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിലൊക്കെ ഈ നമ്പർ നമുക്കൊരു ഡാറ്റ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഇത് വിളിക്കുന്ന നമ്പർ മാത്രമേ ഇതിൽ വിഷ്വൽ വരുള്ളൂ. മിസ് കോൾ നമ്പേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരത്തില്ല. ടോക്കൺ കൊടുത്ത നമ്പർ ഏതാണോ ആ നമ്പേഴ്സ് മാത്രമേ ഈ മെഷീൻ ഡോക്ടർക്ക് അയച്ചു കൊടുക്കുള്ളൂ. ഇന്ന നമ്പറിനൊക്കെ ടോക്കൺ കൊടുത്തിട്ടുണ്ട്, ആ ഇന്ന നമ്പറിന് കൊടുത്ത ടോക്കൺ നമ്പർ ഇത്രയാണ്, 1 ആണെങ്കിൽ 1, 5 ആണെങ്കിൽ 5, അവർക്ക് കൊടുത്ത ടൈം 5:15, 5 മണി, 4 മണി, 4:45 എന്താണോ നമ്മൾ കൊടുത്ത ടൈം അതാണ് ഈ മെഷീൻ കാണിച്ചു തരിക. അത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്. മെയിൻലി ടൈം കുറച്ചും കൂടി എന്താ പറയുക മാനേജ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ലീവ് എടുക്കാത്ത ഒരാളാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്ലിനിക്കിൽ നമ്മൾ ഒരാളെ ഒരു പേഷ്യൻ്റ് അറ്റൻഡിങ്ങിന് വേണ്ടിയിട്ട് കോൾ ഹാൻഡിലിങ്ങിന് വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ നിർത്തുമ്പോൾ ആൾ നാളെ ലീവ് ആയിക്കൂടാകില്ല എന്നില്ല. അപ്പോൾ ഡിവൈസ് ഓണായി കിടക്കുന്നിടത്തോളം കാലം ഡിവൈസ് നമുക്ക് പവർ ജസ്റ്റ് കണക്ട് ചെയ്താൽ ഡിവൈസ് ഓണായി. ഈ ഡിവൈസ് ഓണായി കിടക്കുന്നിടത്തോളം കാലം ഈ ഡിവൈസിലേക്ക് നമ്മൾ ടൈമിംഗ് ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഷെഡ്യൂളിങ്ങിനനുസരിച്ചിട്ട് ഈ ഡിവൈസ് കോൾ റിസീവ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പറഞ്ഞ ടോക്കൺ നമ്പർ ബുക്കിംഗ് നമുക്ക് അയച്ചു തരും. പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസ് അപ്പോൾ തന്നെ കോൾ കട്ടും ചെയ്യും. എനിക്കിൻ്റെ ക്ലോസിംഗ് പ്രൊസീജിയർ കുറച്ചും കൂടി ലൈറ്റ് ആക്കി തരും. അതായത് നമുക്കിപ്പോൾ പെട്ടെന്ന് എത്ര പേഷ്യൻറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു, എത്ര പേഷ്യൻറ്റ് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈലിനകത്ത് തന്നെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇന്ന് എത്ര പേഷ്യൻ്റ് ക്ലിനിക്കിൽ കൺസൾട്ടേഷൻ ആക്ച്വലി വന്നിട്ടുണ്ട്, അവരുടെ അടുത്ത് നിന്ന് ഫീസ് കണക്കിന് എത്ര രൂപ കിട്ടാനുണ്ടാവും എന്നുള്ള ആ ഒരു ഫീസിൻ്റെ കൃത്യമായ കണക്ക് ഡോക്ടറുടെ കയ്യിലുണ്ടാവും. മറ്റേത് എന്ന് പറഞ്ഞാൽ മാനുവൽ എൻട്രി എന്ന് പറയുമ്പോൾ അതൊരു മാനിപ്പുലേഷൻ വിധേയമാകുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പം നമ്മൾ പുറത്ത് നിൽക്കുന്ന അറ്റൻഡർക്ക് വേണമെങ്കിൽ 10 പേഷ്യൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 8 പേഷ്യൻറ്റ് വന്നു എന്ന് 2 പേഷ്യൻറ്റ് വന്നില്ല എന്നും വേണമെങ്കിൽ കണക്കൊക്കെ ഡോക്ടർക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ മാനിപ്പുലേഷനും കാര്യങ്ങളൊന്നും ഈ ഡിവൈസ് വന്നു കഴിഞ്ഞാൽ നടക്കില്ല. ഈ ഡിവൈസിൻ്റെ അകത്ത് ഡിവൈസിനോട് നമ്മൾ റിപ്പോർട്ട് കഴിഞ്ഞാൽ ഡിവൈസ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടും തരും. ഡിവൈസിൻ്റെ അകത്തേക്ക് വിളിച്ച ആളുടെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് തരുന്ന ഒരു അടിപൊളി ഡിവൈസാണ് മെഡിഫ്ലൈയുടെ GSM ബേസ്ഡ് ടോക്കൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ടോക്കൺ സിസ്റ്റം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത് ശ്രീകുമാർ സാറാണ്. ശ്രീകുമാർ സാറുടെ ഓൺ ഇൻവെൻഷൻ ആണ് ഈ ഒരു സാധനം കേട്ടോ.
ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു ഇൻവെൻഷൻ ആണ്. ഇവരുടെ ഓഫീസ് വരുന്നത് എറണാകുളത്താണ് അല്ലേ, എറണാകുളം ബേസ്ഡാണ് ഓഫീസ്. ഇവർക്ക് ടെക്നിക്കൽ സ്റ്റാഫും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കോൾ ഹാൻഡ്ലിംഗ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കോൾ എടുക്കാനൊക്കെ ആയിട്ട് ടെക്നിക്കൽ സ്റ്റാഫും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സർവീസ് സപ്പോർട്ടിന്റെ കാര്യത്തിൽ ശ്രീകുമാർ സാറിന് അത്രയും കോൺഫിഡൻസ് ആണ് പുള്ളിയുടെ ടീമിനെ പറ്റിയിട്ട്. അതായത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. റെഫറൻസിന് ഇപ്പം ഓരോ ജില്ലയിലെ ഏതെങ്കിലും ഒരു ഡോക്ടറെ വേണമെന്ന് റെഫറൻസിന് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നമ്പർ ഡോക്ടേഴ്സ് എന്തായാലും അവർ അസോസിയേഷൻ വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കോൺടാക്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ റെഫറൻസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നമ്പേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ കയ്യിലുണ്ട്. ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് എല്ലാ ഡോക്ടേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് യൂസ് ചെയ്തവർക്ക് ഇതൊരു വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഡിവൈസ് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സ്റ്റുഡിയോയിലേക്ക് വന്ന ശ്രീകുമാർ സാറിന് നമ്മളൊരു പ്രത്യേക ഒരു താങ്ക്സ് പറയാണ്. ഓക്കെ, അപ്പം ഈ ഡിവൈസ് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ കേരളത്തിൽ മാത്രം നിൽക്കേണ്ട ഒരാളല്ല. ഈ ഡിവൈസ് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ആളാണ്. ബുക്കിംഗ് ഡാറ്റാസ് സിംപ്ലി ഡിജിറ്റലൈസ് ആയി. അതെ, ഡിജിറ്റലൈസ് ആയി തുടങ്ങി. അപ്പം അതിന്റെ തന്നെ ഒരു നെക്സ്റ്റ് ലെവലാണിത്. അതായത് നമ്മളൊരു ഒരു ആളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ടോക്കൺ നമ്പറും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഡിവൈസ്. അപ്പം അതൊരു ഇന്റലിജന്റ് ഡിവൈസ് തന്നെയാണ്. അപ്പം ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു ഡിവൈസ് അല്ല. ഇത് ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച് വലിയൊരു ബിസിനസ് ആയിട്ട് മാറട്ടെ. അത് കഴിഞ്ഞ് വേൾഡ് വൈഡ് ഇദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.